കടപ്പുറത്തൂടെ പിന്നെയും കുറച്ച് ദൂരം നടന്നപ്പോൾ ഇതുപോലെ കോരമീൻ ലേലത്തിന് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. ഇത്രയും കൂറിന് 100 രൂപയാണ് പറഞ്ഞത്. ഞങ്ങളിതാണ് മേടിച്ചത്. അതിൻ്റെ അടുത്ത് തന്നെ ഞണ്ടും പിന്നെ ഒരു വലിയ കണവയും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിമാർ. ഞങ്ങളങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ദൂരം നടന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടു, ഇതുവഴി നേരെ പോയാൽ വിഴിഞ്ഞം ടെർമിനൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതുവഴി കുറേ ദൂരം നടന്നപ്പോഴത്തേക്കും ടെർമിനലിൻ്റെ ബാക്ക് സൈഡ് കാണാവുന്ന ഒരു സ്ഥലത്തെത്തി. ഞങ്ങൾ ഓർത്തത് നേരെ അതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിതേ കാണാൻ പറ്റുള്ളൂ. പിന്നെ മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്കും ഒരമ്മച്ചി കുറേ ഉണക്കമീനൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. അവരുടെ അടുത്ത് ക്ലാത്തി, പിന്നെ കൊഞ്ചുപൊടി, അങ്ങനെ ചൂര, അങ്ങനെ കുറേ മീനുകളുടെ ഉണക്കമീൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. അവിടെ നിന്നൊന്നും മേടിച്ചില്ല. നല്ല പൊരി വെയിലത്താണ് ഈ അമ്മച്ചി ഇവിടെ നിന്ന് ഇതൊക്കെ വിൽക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് നടന്നപ്പോൾ വേറൊരാൾ കുറേ കക്ക ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു. എണ്ണത്തിനായിരുന്നു അവർ വില പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടെ പോയപ്പോഴത്തേക്ക് ഇതുപോലെ ചൂര, കൊഞ്ച്, ഞണ്ട് ഒക്കെ വിൽക്കുന്നത് കണ്ടു. നല്ല വിലയായിരുന്നു എല്ലാ മീനുകൾക്കും തന്നെ. ഞങ്ങളങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു കുറച്ച് ദൂരം കൂടെ. നടന്ന് നടന്ന് പിന്നെയും ഞങ്ങൾ ലേലം വിളിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തി. അവിടെ അപ്പോഴും വാളമീനിന്റെ ലേലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഏറ്റവും കൂടുതലുള്ളത് വാളമീൻ തന്നെയാണ്. ഒത്തിരി പേര് ബൾക്കായിട്ട് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നുമുണ്ടായിരുന്നു. മീനൊക്കെ നല്ല സ്കെയിൽ പോലെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ ഹൈ റേഞ്ചിലോട്ടൊക്കെ ഈ മീൻ വരുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകാറാണ് പതിവ്. പക്ഷെ അവിടെ ഏറ്റവും ഫ്രഷ് ആയിട്ട് നല്ല തിളങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു. ആ മീനുകളിങ്ങനെ വെയിലത്തിട്ടാണ് അവർ ലേലം വിളിക്കുന്നത്. അതുപോലെ പലയിടത്തും കണവയുടെ വലുതും ചെറുതും ഒക്കെ ലേലം വിളിക്കുന്നുണ്ടായിരുന്നു. കടപ്പുറം എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. മീൻ വാങ്ങാൻ വന്നവരും മീൻ ലേലം വിളിക്കുന്നവരും അങ്ങനെ എപ്പോഴും നല്ല തിരക്കായിട്ടാണ് അവിടെ കാണപ്പെട്ടത്. അപ്പോഴും അവിടെ ഒരുപാട് ബോട്ടുകൾ മീൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് തിരിച്ച്